ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ക്രീം കാരമലാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. മാത്രമല്ല, അതിന് മുകളിലായിട്ട് ഒരു ഷുഗർ വെച്ചിട്ടുള്ള ഒരു KG കൂടി നമ്മൾ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉടനെ തന്നെ അടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച ശേഷം ഓൾ എന്ന ഓപ്ഷനിൽ കൂടി ആക്കി വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാരമൽ റെഡിയാക്കാം. കാരമൽ ഇതുവരെയും റെഡിയാക്കിയിട്ട് ശരിയാവാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാൻ ഞാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോയതിന് ശേഷം വേണം പഞ്ചസാര ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ടത്. അപ്പോൾ ഒട്ടും തന്നെ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കരുത്. പാനിലും വെള്ളം കാണരുത്. അതാണ് തുടക്കം തന്നെ നമ്മൾ പാനിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചത്. ഹൈ ഫ്ലെയിമിൽ 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ അതേ ഒരു സൈഡിൽ ഒരു ചെറിയ കളർ വ്യത്യാസം പോലെ വരും. ഈ സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. മാക്സിമം കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ മിക്സ് ചെയ്യാം. സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യരുത്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക്, ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ആദ്യം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് കാരമൽ നന്നായിട്ട് വരും. അപ്പോൾ ഞാൻ തീയിൽ നിന്നും കുറച്ച് മാറ്റി വെക്കുകയാണിത്, കാരണം പെട്ടെന്ന് ഇത് ബ്രൗൺ കളറായി പോവും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാരമലൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. ഇത് ഞാൻ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് പാന് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിലൊക്കെ തേച്ച് വെച്ചൊരു കേക്ക് പാനാണ്. ഇതിലേക്ക് ഞാൻ നമ്മുടെ കാരമൽ ആ ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുന്നത്. കാരണം ഇത് ആ ചൂടോടുകൂടി പെട്ടെന്ന് തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ ഇത് കട്ടിയായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് കാണിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ ഇവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ബ്രെഡ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു മുട്ടയാണ്. അടുത്തത് 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. കസ്റ്റാർഡ് പൗഡർ ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. അതുപോലെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ പാല് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കസ്റ്റാർഡ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. അതിന് പകരം ഒരു 2 മുട്ട കൂടി ഇതിലേക്ക് ചേർത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പക്ഷേ കസ്റ്റാർഡ് പൗഡർ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈസി ആയിട്ട് കസ്റ്റാർഡ് പൗഡർ കിട്ടും. ഇനി ഈ ഒരു മിക്സ് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ പാൻ നമുക്ക് നേരെ അടുപ്പിൽ വെക്കാം. ഹൈ ഫ്ലെയിമിൽ ആദ്യം കുറച്ച് ഇതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. തീ കുറച്ച് തന്നെ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ടിയായി അടുക്കി പിടിച്ച് പോവും. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. നല്ലപോലെ ചൂടായിട്ട് തീ കുറച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് വരുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ തിക്കായി വന്നിട്ടും വീണ്ടും ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല തിക്കാവണം. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ കാരമൽ ഒഴിച്ച് വെച്ച് ആ പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കട്ടിയായി പോവും. ചൂടോട് കൂടിയിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ആവിയിൽ ഇതൊന്ന് ബേക്ക് ചെയ്യണം. ആവിയിൽ ബേക്ക് ചെയ്താൽ മതി, വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓവനിലും വെക്കാം. ഓവനിലാണെങ്കിലും വാട്ടർ ബാത്ത് ചെയ്ത് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു പാനിൽ കുറച്ച് ഇതിനേക്കാൾ വലിപ്പമുള്ളൊരു പാൻ എടുത്ത് അതിൽ വെള്ളം ഒഴിക്കുക, നല്ല ചൂട് വെള്ളം. എന്നിട്ട് ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് വാട്ടർ ബാത്ത് ചെയ്ത് ബേക്ക് ചെയ്യുക. ഓവനിലാണെങ്കിൽ. ഓവൻ ഇല്ലാതാണെങ്കിൽ നമുക്ക് ഇഡലി സ്റ്റീമറിലോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഇതുപോലെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങിപ്പോവും. അപ്പം ഞാൻ 2-3 ഹോൾസ് കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്.
അപ്പോൾ ഞാൻ അടുപ്പിലോട്ട് ഇഡലി സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു പാൻ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ആദ്യം ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് തീ കുറച്ച് വെക്കുക, ഒരുപാട് അങ്ങ് കുറച്ച് വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 25-30 മിനിറ്റ് മാത്രം ആ ഒരു ആവിയിൽ ഇരുന്നാൽ മതിയാവും. കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ഇതിനുള്ളിലേക്ക് ഇറങ്ങില്ല. ഇനി നമുക്കിത് എടുക്കാം. നിങ്ങളിത് എടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് ഇങ്ങനെ വേവാത്ത പോലെ തോന്നും, അത് കുഴപ്പമില്ല. ഇത് നമ്മൾ ഈ ആവിയിൽ നിന്നും പുറത്തെടുത്ത് വെക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ചൂടാറുമ്പോൾ ഇതങ്ങ് സെറ്റായിട്ട് വരും. അപ്പോൾ അത് ഇതിപ്പോൾ ചൂടാറിയപ്പോൾ അത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഡലി സ്റ്റീമറിൽ വെച്ചിട്ട് നോക്കുമ്പോൾ സെറ്റ് ആവാത്ത പോലെ ഇരിക്കും, അത് കുഴപ്പമില്ല. നിങ്ങൾ എടുത്ത് ഇതുപോലെ വെക്കുമ്പോഴേ സെറ്റ് ആവുള്ളൂ. കംപ്ലീറ്റ് സെറ്റായിട്ട് നിങ്ങളത് ഫ്രിഡ്ജിൽ വെക്കുക. പെട്ടെന്നൊക്കെ എടുക്കണമെങ്കിൽ ഫ്രീസറിൽ ഒരു 20 മിനിറ്റൊക്കെ വെച്ചിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതങ്ങോട്ട് റെഡിയാക്കിയിട്ട് ഞാൻ അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു പാനിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ആ ഒരു കേജ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ അലൂമിനിയം പാത്രം തന്നെ എടുക്കുക. അതുപോലെ ഇതിനുള്ളിലേക്ക് നിങ്ങൾ ഓയിൽ സ്പ്രെഡ് ചെയ്യാതെ ഇതിൻ്റെ മുകളിൽ മാത്രം ഓയിൽ സ്പ്രെഡ് ചെയ്യുക. മുകളിൽ വെച്ചാൽ നമുക്കത് ആ കേജ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നും അത് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് റെഡിയാക്കി അവിടെ വച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ക്യാരമൽ റെഡിയാക്കാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ റെഡിയാക്കിയ അതേ മെത്തേഡ് തന്നെയാണ്. അരക്കപ്പ് പഞ്ചസാര ഇടുക, ഒരു 30 സെക്കൻഡോളം ഒന്ന് വെയിറ്റ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട്. 30 സെക്കൻഡ് ആകുമ്പോൾ ഇതുപോലെ അലിഞ്ഞ് വരാൻ തുടങ്ങുമ്പം ഈ കളർ ചേഞ്ച് ആകുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് പൊക്കി വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ, തീയിൽ വെക്കണ്ട. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ക്യാരമൽ റെഡി ആകുമ്പോൾ തീ ഓഫ് ചെയ്യാം. നല്ല ഒരുപാട് ബ്രൗൺ കളർ ആകരുത് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഒരുപാട് ബ്രൗൺ കളർ ആയാൽ കയ്പ്പ് രസം വരും, നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ നിറത്തിൽ വേണം ഇതിരിക്കാൻ. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ആ ചൂടോട് കൂടിയിട്ട് നമുക്കിത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. പിന്നെ ഇതിപ്പോൾ കട്ടിയായി പോയി, ഞാൻ ഒന്നുകൂടി ഒന്ന് ചൂടാക്കാൻ പോവുകയാണ്. ഒരു 2-3 സെക്കൻഡ് വെച്ചാൽ മതി. ഇതുപോലെ അങ്ങ് മെൽറ്റായി വരുമ്പോൾ ഞാൻ വീണ്ടും കൊണ്ടുവന്ന് ഒഴിക്കുകയാണ്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഞാൻ ഇപ്പോൾ ചെയ്തു. കാരണം ഇത് പെട്ടെന്നാണ് കട്ടിയായി പോകുന്നത്. കട്ടിയായി പോയാൽ നമുക്കിത് ഇതുപോലെ അങ്ങ് ഒഴിച്ചെടുക്കാൻ പറ്റില്ല. കണ്ടോ, ഇതേപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. താഴോട്ടും കൂടെ ഒഴിക്കണം, എന്നാലേ ആ കേജായിട്ട് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ താഴോട്ട് കൂടി ഒഴിക്കുക. അഥവാ കട്ടിയായി പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് ആ ഒരു ലൂസാക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് വരും. ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറട്ടെ, ഒരുപാട് നേരം നിൽക്കരുത്. ഒരു 3-4-5 മിനിറ്റോളം വേണ്ട, അതിന് മുമ്പ് തന്നെ ഇത് റെഡിയായി വരും. ഇതൊന്ന് ജസ്റ്റ് പൊട്ടിപ്പോയി, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ തുമ്പ് ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിട്ടെടുക്കുക. കണ്ടോ, ഇതിൽ നിന്ന് അങ്ങ് വിട്ട് വന്നിട്ടുണ്ട്. ആ ഓയിലിൻ്റെ ഇത് വെച്ചിട്ടായിരിക്കണം, നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്താൽ മതി. നമുക്ക് ഇതിങ്ങ് പുറത്തെടുക്കാൻ പറ്റും. ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം പൊട്ടിപ്പോയാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മുടെ കേജ് നമുക്ക് പുറത്തെടുക്കാം. എനിക്ക് 2 എണ്ണമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്, നല്ല തണുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കരുത്, നമ്മൾ ആവിയിൽ നിന്ന് എടുക്കുമ്പോൾ വേവാത്ത പോലെ ഇരിക്കും. 30 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. എന്നിട്ട് എടുത്തിട്ട് കംപ്ലീറ്റ് റൂമിൽ വെച്ച് ചൂടാറ്റാൻ വെക്കണം. ചൂടാറ്റുമ്പോഴാണ് ഇത് കട്ടിയായി കിട്ടുക. നല്ലപോലെ കട്ടിയായിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇതിപ്പോൾ നല്ല ത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡിയായി. ഇതിൻ്റെ മുകളിൽ നല്ല ഭംഗിയുള്ള നമ്മുടെ ഷുഗർ കേജ് കൂടി വെച്ച് കൊടുത്താൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ പൊട്ടിയ ഭാഗം കൂടി ഈ സൈഡിൽ വച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. എന്തായാലും നമുക്ക് പുതിയ റെസിപ്പി വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.